വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വമ്പിച്ച ഓഫറുകളിൽ ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം. VM സൂപ്പർ വാല്യൂ, ചേലക്കര. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ UR പ്രദീപ് മിന്നും വിജയം കരസ്ഥമാക്കിയപ്പോൾ സമീപ മണ്ഡലങ്ങളും ചുവന്നു തന്നെ. വടക്കാഞ്ചേരി, തരൂർ, ആലത്തൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങൾ LDF നിലനിർത്തി. UDF തരംഗത്തിൽ തളരാതെ UR പ്രദീപ് നേടിയത് ഹാട്രിക് വിജയം. ചേലക്കരയിൽ എതിർ സ്ഥാനാർത്ഥികളായിരുന്ന കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിനെയും NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനെയും പിന്തള്ളിക്കൊണ്ട് 29,386 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് മണ്ഡലം നിലനിർത്തിയത്. 76,073 വോട്ടുകൾ നേടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. ചേലക്കര മണ്ഡലം തിരികെ പിടിക്കാമെന്ന UDFന്റെ ആഗ്രഹത്തെ തകർത്തുകൊണ്ടാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UR പ്രദീപ് വിജയിച്ചത്. ഭൂരിപക്ഷത്തിലും ആകെ വോട്ട് നിലയിലും കഴിഞ്ഞ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിനേക്കാൾ വൻ ഉയർച്ചയാണ് ഇത്തവണ കാണാനായത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേവ്യർ ചിറ്റിലപ്പിള്ളി 5,717 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത്. UDF സ്ഥാനാർത്ഥി PN വൈശാഖിനെയും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 69,484 വോട്ടുകൾ നേടിയാണ് സേവ്യർ ചിറ്റിലപ്പിള്ളി വിജയത്തിലേക്ക് കുതിച്ചത്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് നിലയും ഭൂരിപക്ഷവും കുറഞ്ഞെങ്കിലും മണ്ഡലം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച P മമ്മിക്കുട്ടിക്ക് ഉജ്ജ്വല വിജയം തന്നെയാണ് ഉണ്ടായത്. ആദ്യ 3 റൗണ്ടിലും UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദനായിരുന്നു ലീഡ് ഉയർത്തിയത്. എന്നാൽ 4ാം റൗണ്ട് എണ്ണിത്തുടങ്ങിയതോടെ ലീഡ് നില മാറിമറിഞ്ഞു. 12 റൗണ്ട് പിന്നിടുമ്പോൾ 16,517 വോട്ടുകൾക്കാണ് P മമ്മിക്കുട്ടി മണ്ഡലം നിലനിർത്തിയത്. UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദനെയും BJP സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസിനെയും പിന്നിലേക്ക് തള്ളി 70,583 വോട്ടുകളാണ് P മമ്മിക്കുട്ടി നേടിയത്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ P മമ്മിക്കുട്ടിക്ക് വോട്ട് നിലയിലും ഭൂരിപക്ഷത്തിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലും LDFന് വമ്പൻ ജയമാണ് ഉണ്ടായത്. 26,777 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് K പ്രേംകുമാർ മണ്ഡലം നിലനിർത്തിയത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശിയെയും BJP സ്ഥാനാർത്ഥി മേജർ രവിയെയും പിന്തള്ളിയ K പ്രേംകുമാർ 75,362 വോട്ടുകൾ നേടിയാണ് വിജയം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിലും വോട്ട് നിലയിലും വൻ മുന്നേറ്റമാണ് കാണാനായത്. തരൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PP സുമോദും മണ്ഡലം നിലനിർത്തുക തന്നെയാണ് ചെയ്തത്. UDF സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യനെയും BJP സ്ഥാനാർത്ഥി M സുരേഷ് ബാബുവിനെയും പിന്തള്ളിക്കൊണ്ട് 60,557 വോട്ടുകൾ നേടിയായിരുന്നു സുമോദിന്റെ ജയം. ആലത്തൂർ നിയോജക മണ്ഡലവും ചുവപ്പണിഞ്ഞു തന്നെയാണ്. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി TM ശശി മണ്ഡലം നിലനിർത്തി. UDF സ്ഥാനാർത്ഥി KM ഫെബിനെയും BJP സ്ഥാനാർത്ഥി KV പ്രസന്നകുമാറിനെയും പരാജയപ്പെടുത്തി 61,564 വോട്ടുകൾക്കാണ് TM ശശി വിജയത്തിലേക്ക് കുതിച്ചത്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ചേലക്കരയും സമീപ മണ്ഡലങ്ങളായ വടക്കാഞ്ചേരി, ഷൊർണൂർ, ഒറ്റപ്പാലം, തരൂർ, ആലത്തൂർ എന്നീ നിയോജക മണ്ഡലങ്ങളും ചുവപ്പിന്റെ കയ്യിൽ ഭദ്രമാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യൂവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.